ബിഗ് എംഎസ് രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു ഫീലാണ് മെയിനായിട്ട് പറഞ്ഞുള്ളത്. ഭയങ്കരമായ എക്സ്പീരിയൻസിനും കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും മഹേഷ് നാരായണൻ ഒരു പടം ആ ഒരു രീതിയിലേക്കാളും ഇപ്പൊ ഇറങ്ങി വെച്ചിട്ടുള്ളതിൽ ഒരു ടോപ്പ് നോച്ചി വരുമെന്നൊരു ഫീൽ മാത്രമേ ഉള്ളൂ. പിന്നെ മമ്മൂക്കയും ലാലേട്ടനും ഇവരെ ഒരുമിച്ച് കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് മാത്രമേ മെയിനായിട്ട് ഉള്ളൂ. വേറെ ഭയങ്കരമായിട്ടൊന്നും പറയാനില്ല. പടം കഴിഞ്ഞിട്ട് നോക്കാം. അതൊക്കെ മേലെ പ്രതീക്ഷ ഞങ്ങൾ പറഞ്ഞല്ലോ, 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കായും ലാലേട്ടനും ഒരുമിക്കുന്ന ഒരു സിനിമ. പിന്നെ അതുപോലെ തന്നെ പുതിയ തലമുറയിലെ ഫഹദും ചാക്കോച്ചനും ഒന്നിക്കുന്ന സിനിമ. വളരെയധികം പ്രതീക്ഷയാണ്. പൂർണ്ണമായിട്ടും സിനിമ കണ്ടിറങ്ങിയിട്ട് പറയാം. മമ്മൂക്ക എന്തുമാത്രം ഈ സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടോ അതിനേക്കാൾ പ്രതീക്ഷയാണ് ഞങ്ങൾ. നമ്മുടെ ഡയറക്ടർ മഹേഷ് നാരായണനും ഫുൾ ക്രൂവിനും വിജയാശംസകൾ. ഇത്രയും വലിയൊരു സിനിമ എടുക്കാൻ സന്മനസ് കാണിച്ച ആൻഡ്രോ ജോസഫിന്റെ ബിഗ് സല്യൂട്ട്. ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാനിപ്പോഴും കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പംഡപ്പ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പിന്നെ ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് ഞാൻ തിയേറ്ററിലേക്ക് പോട്ടെ. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷേ ഒരു സിനിമ നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ്. കാരണം ബിഗ് സ്റ്റാർസ് വീണ്ടും കുറേ വർഷത്തിന് ശേഷം ഒരുമിച്ച് രണ്ടുപേരെ ഒരുമിച്ച് ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു എന്താ പറയുക, ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ, ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന രീതിയിൽ, ഒരു ഫാൻ എന്ന രീതിയിലും എനിക്ക് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ട്. അതെ, വാഴ റെക്കോർഡ് ഇന്ന് തന്നെ പോകും. അടിപൊളി പടമായിരിക്കും. ഇന്ന് തന്നെ പോകും, ഉറപ്പ്. വാഴ റെക്കോർഡ് ഇന്ന് തന്നെ പോകും. വാഴ റെക്കോർഡ് ഇന്ന് തന്നെ പോകും, ഉറപ്പ്. കൈ ഉറപ്പ് 100%. ഈ പ്രതീക്ഷയിലിരിക്കുകയാണ് പടം. കാരണം എന്ന് വെച്ചാൽ അറിയാമല്ലോ, മമ്മൂക്കയും ലാലേട്ടൻ. പിന്നെ അതിൽ ഒരുപാട് സസ്പെൻസ് ഉണ്ട്. എന്തായാലും പടം കണ്ടതിന് ശേഷം ബാക്കി പറയാം. നല്ല പടമായിരിക്കും, നല്ല പടം. പ്രതീക്ഷ മലയാളത്തിന്റെ മഹാനടന്മാരായ 2 പേർ 18 വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്നു. അപ്പോൾ അതിൽ പ്രേക്ഷകർക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആകാംക്ഷയും കൊണ്ടാണ് നിൽക്കുന്നത്. എന്തായിരുന്നാലും ഞെട്ടിക്കണം. ഓക്കെ, എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സസ്പെൻസ് ഒക്കെ നമുക്ക് സ്ക്രീനിൽ ഇനി മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ, സ്ക്രീനിൽ കാണാം. രണ്ടുപേരും, ഒരാൾ ദുബായിലും ഒരാൾ US അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇന്നലെ എന്തോ പറയുന്നതായിട്ട്. അപ്പം രണ്ടുപേരും നാട്ടിലില്ല. ഒരു രാവിലെയാണ് മമ്മൂക്ക പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവരവിടെ നിന്നാണ് പടം കാണുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം മോഹൻലാൽ മമ്മൂട്ടി ഒരുപാട് നാളിന് ശേഷം ഒന്നിക്കുന്നതല്ലേ. പണ്ട് നമ്പർ 20 മന്ദിരാസ്മയിലും ഹരികൃഷ്ണൻസും പിന്നെ 2020 ഒക്കെ തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് ആണ്. അതെ 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 അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുണ്ട്. പിന്നെ മഹേഷ് നാരായണൻ്റെ ടേക്ക് ഓഫ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. നല്ലൊരു മേക്കറാണ്. അതുകൊണ്ട് ഒരു ഭയങ്കര മാസി അല്ലെങ്കിലും ഒരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ഇവരുടെ ഒരു പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതെ അതെ, പ്രതീക്ഷ ഒരു 95% പ്രതീക്ഷ. മമ്മൂട്ടി ഫാനാണ് നമ്മൾ. പിന്നെ മലയാള സിനിമയിൽ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് കൊടുത്തുകൊണ്ടുള്ളൊരു സിനിമ ഇത് ആദ്യമായിട്ടായിരുന്നു. ബാക്കിയെല്ലാം കണ്ടതിന് ശേഷം പറയാം. തീർച്ചയായിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയെടുത്തോട്ടാ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.